താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചില്ല. സ്ഥലം സന്ദർശിച്ച കോഴിക്കോട് കലക്ടർ സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ അപകട ഭീഷണിയില്ലെന്നും വിശദ പരിശോധന നടത്തുമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് കലക്ടറുടെ വിശദീകരണം. ഇന്ന് രാവിലെയാണ് താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത്. ചെറുവാഹനങ്ങൾ കടത്തിവിട്ടു. മഴയ്ക്ക് താൽക്കാലിക ശമനമായതാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വഴിയൊരുക്കിയത്. ശക്തമായ മഴ പെയ്താൽ വീണ്ടും പൂർണ്ണമായ ഗതാഗത നിരോധനം വരും. എന്നാൽ നിലവിലെ കാലാവസ്ഥാ പ്രവചനമനുസരിച്ച് ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ. ഉച്ചയ്ക്ക് ശേഷം ഭാരവാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുമോ എന്നതും പരിഗണിക്കും. ഇതുവരെ നടത്തിയ പരിശോധനയിൽ വലിയ അപകട ഭീഷണിയില്ല. എന്നാൽ വിദഗ്ധ പരിശോധന തുടരുമെന്നും കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. മഴ ആണ് ഒരു പ്രധാനപ്പെട്ട കാരണം മഴ സമയത്ത് നമുക്കൊരു റിസ്ക് കൂടുതലുണ്ട്. ഇപ്പോൾ മഴ കുറവായി, അതുകൊണ്ട് ട്രാഫിക് നമുക്ക് ഇന്നലെ രാത്രി അലൗ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറായിട്ട് ഞാനിപ്പോൾ ഇമീഡിയറ്റ് തിരിച്ച് ജിയോളജി സോയിൽ സർവേ ഈ പരിശോധനയിലേക്ക് വരും. കാരണം ഇപ്പോൾ ഹെവി വെഹിക്കിൾസ് ഇപ്പോൾ അലൗ ചെയ്യുന്നില്ല. ഹെവി വെഹിക്കിൾസും ബസ്സസ് ഇത് രണ്ട് ഇപ്പോൾ കൺസേൺ ആയിട്ട് ഞാൻ ഇപ്പോൾ നോക്കുന്നുണ്ട്. അതും നമുക്ക് അലൗ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ അതിൽ മുന്നേ കുറച്ചൊരു ടെസ്റ്റിംഗ്, ഒരു ഫിസിക്കലായിട്ട് ടെസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടാവും. അപകടത്തിന് ശേഷം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല. കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കളക്ടർ എന്ന വ്യക്തിയല്ല, സിസ്റ്റമാണ് പ്രവർത്തിച്ചതെന്നും വിമർശനങ്ങൾക്ക് കളക്ടറുടെ മറുപടി. ജില്ലാ കളക്ടർ ഒരു പേരല്ല, ഒരു സിസ്റ്റമാണ്. സോ ഡെപ്യൂട്ടി കളക്ടർമാരുണ്ട്, തഹസിൽദാർമാരുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥനാണ്. സോ ഈ പോലീസും നമ്മുടെ ഉദ്യോഗസ്ഥനാണ്, മനസ്സിലായി. ഇത് PWD NHും സോയിൽ സർവേ അത് നമ്മുടെ ഉദ്യോഗസ്ഥനാണ്. സോ ഇത് കളക്ടർ ഇൻഡിവിജ്വലായിട്ട് നോക്കാൻ ഒരു ആവശ്യം ആ സമയത്ത് ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. പാറ ഇടിഞ്ഞതാണ് അപകട കാരണമെന്നാണ് ഇതുവരെ നടത്തിയ പരിശോധനയിലെ കണ്ടെത്തൽ. ഈ റോഡിൽ വിള്ളലില്ല എന്നും പ്രാഥമികമായി വിലയിരുത്തുന്നു. എങ്കിലും യന്ത്രസഹായത്തോടെ അടക്കം വിദഗ്ധ പരിശോധന തുടരാനാണ് അധികൃതരുടെ തീരുമാനം. ക്യാമറ പേഴ്സൺ ഷാനൂട്ട് നെറ്റിക്കോടത്തോടൊപ്പം ഷബീർ അമർ, മീഡിയ 1, കോഴിക്കോട്.